അച്ഛമ്മയുടെ വീട്ടിൽ കുട്ടി ഓണം സെലിബ്രേഷനൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിതേ പത്തനംതിട്ടയിലേക്ക് പോവുകയാണ് കേട്ടോ. പത്തനംതിട്ടയിൽ എൻ്റെ ചേച്ചിയുടെ വീടാണ്. അവിടെ റെസിഡൻസ് അസോസിയേഷൻ്റെ ഓണം സെലിബ്രേഷനാണ് കേട്ടോ. അപ്പോൾ ഇതേ വണ്ടി കയറിയപ്പോൾ തന്നെ 3 പേരും ഉറക്കമായിട്ടുണ്ട്. സ്പൈക്ക് ഉറങ്ങുമായിരുന്നു കേട്ടോ. എൻ്റെ വീഡിയോയുടെ സൗണ്ട് കേട്ടിട്ട് അവൻ എണീറ്റാണ്. അങ്ങനെ ഇതേ നമ്മൾ സെലിബ്രേഷൻ നടക്കുന്ന വീട്ടിലെത്തി. ഒരു വീട്ടിൽ വെച്ചിട്ടാണ് കേട്ടോ സെലിബ്രേഷൻ നടക്കുന്നത്. ഈ കുട്ടി നമ്മുടെ സബ്സ്ക്രൈബറാണ് കേട്ടോ. നമ്മുടെ വീഡിയോസൊക്കെ കാണാറുണ്ടെന്ന് പറഞ്ഞു. ചെന്നപ്പോഴേ പാറുക്കുട്ടിയെ തിരക്കി കേട്ടോ. പാറുക്കുട്ടി വന്നിട്ടില്ലായിരുന്നു. പാറുക്കുട്ടി മടി പിടിച്ച് ചേച്ചിയുടെ വീട്ടിലിരിക്കുകയാണ് കേട്ടോ. ഇത് ചേച്ചിയുടെ മക്കളാണ്, അപ്പുക്കുട്ടനും അച്ചുക്കുട്ടനും. അങ്ങനെ ദേ അവിടെ എല്ലാവരും ഉണ്ട്. അവിടെ ദേ സദ്യയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞങ്ങൾ ഉച്ചയായി അവിടെ ചെന്നപ്പോഴത്തേക്കിനും. കഴിഞ്ഞ വർഷം ഇവിടെ സെലിബ്രേഷൻ നടന്ന സമയത്ത് നമ്മൾ അവിടെ പോയായിരുന്നു കേട്ടോ. ഒരുപാട് പരിപാടികളൊക്കെ ഉണ്ട്. നല്ല രസമാണ് കേട്ടോ. കുട്ടികൾക്ക് എൻ്റർടൈൻ ചെയ്യാനായിട്ടുള്ള ഒരുപാട് പരിപാടികളുണ്ടായിരുന്നു. അങ്ങനെ സദ്യ മുഖ്യം ബിഗിലെ എന്ന് പറഞ്ഞിട്ട് ഞാനും അമ്മുക്കുട്ടിയും കഴിക്കാൻ ആയിട്ട് ഇരുന്നു കേട്ടോ. അമ്മുക്കുട്ടിക്ക് സദ്യ എന്ന് വെച്ചാൽ പ്രാന്താണ്. കറികളൊന്നും ഒരുപാട് വേണ്ട കേട്ടോ. സാമ്പാറും പപ്പടവും മാത്രം മതി. ഇലയും കൂടെ ഉണ്ടെങ്കിൽ കുശാലായി. അപ്പോൾ ദേ സദ്യ കഴിക്കാനിരുന്നപ്പോൾ ദേ 2 കുട്ടികൾ വന്നു. ആ കുട്ടികളും നമ്മുടെ സബ്സ്ക്രൈബേഴ്സാണ് കേട്ടോ. യൂട്യൂബേഴ്സ് അല്ലേ, വീഡിയോ കാണാറുണ്ട്, നല്ല വീഡിയോസാണെന്നൊക്കെ പറഞ്ഞു കേട്ടോ. ഈ സമയത്തൊക്കെ അവിടെ ഭയങ്കര സൗണ്ടിൽ പാട്ടിട്ടിട്ടുള്ളതുകൊണ്ട് എനിക്ക് അത് കേൾപ്പിക്കാൻ പറ്റത്തില്ല ഗൈസ്. നമുക്ക് കോപ്പിറൈറ്റ് അടിക്കും. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഓൺ വോയിസിൽ ഇങ്ങനെ പറയുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ ഈ കുട്ടികൾ പറയുന്നത് തന്നെ കേൾപ്പിക്കായിരുന്നു. അപ്പോൾ ദേ കുട്ടികൾ അവരുടെ പേരൊക്കെ പറയുകയാണ് കേട്ടോ. അമ്മുക്കുട്ടി ദേ ചോറ് വിളമ്പിയപ്പോൾ തന്നെ ഇങ്ങനെ ഓരോന്നോരോന്ന് എടുത്ത് കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പച്ചടി, കിച്ചടി, അവിയൽ, സാമ്പാർ, തോരൻ എല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെ ഞാനും അമ്മുക്കുട്ടിയും ആസ്വദിച്ചിരുന്ന് സദ്യയൊക്കെ കഴിച്ചു കേട്ടോ. പാറുക്കുട്ടിയെ ഒത്തിരി വിളിച്ചിട്ടും പാറുക്കുട്ടി വന്നില്ല. പാറുക്കുട്ടി വീട്ടിൽ ചപ്പാത്തിയും ചിക്കനും കഴിച്ചു കേട്ടോ. ചേച്ചി ചിക്കനൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പാറുക്കുട്ടിക്ക് അത് മതിയെന്ന് തോന്നുന്നു. അങ്ങനെ ദേ നമ്മൾ കൈയൊക്കെ കഴുകി എന്നിട്ട് ദേ തിരിച്ച് കയറി വന്നപ്പോഴത്തേക്കിനും നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് അവിടെ നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു അവരുടെ കൂടെ ഒന്ന് ഫോട്ടോ എടുക്കാമെന്ന്. അങ്ങനെ ദേ പിള്ളേരെയൊക്കെ പിടിച്ച് നിർത്തി ഞാൻ ദേ ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഫോട്ടോയൊക്കെ എടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കിനും പിന്നെ ദേ അവർ നല്ല കമ്പനിയായി കേട്ടോ. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യം പറച്ചിലും കളിയും ബഹളവും ഒക്കെ ആയിരുന്നു. എന്തായാലും നല്ല രസമായിരുന്നു കേട്ടോ സെലിബ്രേഷൻ. ഞാനിപ്പോൾ കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട്, അത് കാണിക്കാം. ദേ കുട്ടികൾ പോയി അതിൻ്റെ അമ്മയുടെ ഫോൺ മേടിച്ചിട്ട് അതൊന്ന് സെൽഫിയൊക്കെ എടുത്തു. അപ്പോഴത്തേക്കും ദേ ഞങ്ങൾ പാറുക്കുട്ടീനെ വിളിച്ചുകൊണ്ട് വന്നു. ആ കുഞ്ഞില്ലേ ആദ്യം കണ്ട കുട്ടി, അതാദ്യമേ തന്നെ ഓടി വന്നു കേട്ടോ പാറുക്കുട്ടിയെ കണ്ടപ്പോഴത്തേക്കിനും. എന്നിട്ട് ദേ ഇവിടെ ഇപ്പോൾ കസേര കളി നടക്കുകയാണ്. ഇതിൻ്റെ ഇടയ്ക്ക് ഞാനും ഉണ്ട് ഗീസ്, കണ്ടുപിടിക്കുകയെങ്കിൽ കണ്ടുപിടിച്ചു. പെട്ടെന്നൊരു കുട്ടി വീഡിയോ, ഇത് പാറുക്കുട്ടി എടുത്ത വീഡിയോ ആണ് കേട്ടോ. അങ്ങനെ ഇത് ഭയങ്കര സ്ലോ ആയിരുന്നു കേട്ടോ. പക്ഷേ ആണുങ്ങൾ കളിച്ച കസേരകളില്ലേ, അത് സൂപ്പറായിരുന്നു ഗൈസ്. പാട്ടിനൊപ്പം നല്ല ഡാൻസ് കളിക്കുന്ന പോലെ കറങ്ങിയായിരുന്നു കേട്ടോ അവർ കസേരയൊക്കെ കളിച്ചത്. അപ്പോൾ കുറച്ച് പേരൊക്കെ വീട്ടിലിപ്പുണ്ട്. കുറച്ച് പേരൊക്കെ ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചിട്ട് വീട്ടിൽ പോയെന്ന് തോന്നുന്നു. കുറച്ചുകൂടെ കഴിയുമ്പോൾ നല്ല തിരക്കാണ് കേട്ടോ. ഈ ഒരു സമയത്ത് കുറച്ച് ആൾ കുറഞ്ഞു പോയി. അങ്ങനെ കസേര കളിക്ക് ഇങ്ങനെ ലാസ്റ്റ് ഫൈനൽ റൗണ്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറേ ആൾക്കാരുണ്ടായിരുന്നു. ആ ചേച്ചി കേട്ടോ. അപ്പോൾ ആ ചേച്ചിയും നമ്മുടെ സബ്സ്ക്രൈബറാണ്. വീഡിയോ ഒക്കെ കാണാറുണ്ടെന്ന് പറഞ്ഞു. കഴിഞ്ഞ വർഷം ഞാൻ ഇട്ടിരുന്ന വീഡിയോ ഇല്ലേ, അത് കാണാറുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. പിന്നെ നമ്മളെ ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞു. എനിക്ക് ഭയങ്കര സന്തോഷമായി കേട്ടോ. അപ്പോൾ വലിയവരുടെയും പെണ്ണുങ്ങളുടെയും ആണുങ്ങളുടെയും ഒക്കെ കസേരകളി കഴിഞ്ഞിട്ട് അടുത്തത് മിഠായി പെറുക്കലായിരുന്നു കേട്ടോ. അപ്പോൾ കുട്ടികളുടെ കസേരകളിയൊക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ വന്നത്. പാറുക്കുട്ടി അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. ആദ്യം കുറേ ഗെയിമൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ വരാൻ ലേറ്റ് ആയതുകൊണ്ട് കസേരകളിയൊക്കെ മിസ്സായി കേട്ടോ. അങ്ങനെ മിഠായി പെറുക്കലിന് മിഠായി അല്ല, പയറാണ് കേട്ടോ, ചെറുപയറാണ്. അത് ഓരോന്നായിട്ട് പറക്കണം. അങ്ങനെ അമ്മുക്കുട്ടിയും പാറുക്കുട്ടിയും ഒക്കെ പെറുക്കാൻ വന്നിട്ടുണ്ട് കേട്ടോ. ഇതിന് പാറുക്കുട്ടിക്ക് സെക്കൻഡ് കിട്ടിയെന്ന് തോന്നുന്നു. അപ്പുക്കുട്ടനായിരുന്നു കേട്ടോ ഫസ്റ്റ് കിട്ടിയത്. അവൻ 87 പയറങ്ങണ്ട് പെറുക്കി. പാറുക്കുട്ടി 60 സംതിങ്ങോ 70 അത്രയും കണ്ടായിരുന്നു കേട്ടോ പെറുക്കിയത്. അപ്പോൾ അതിന് പാറുക്കുട്ടിക്ക് സെക്കൻഡ് കിട്ടി. പിന്നെ ഒത്തിരി കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു കേട്ടോ. അമ്മുക്കുട്ടി പിന്നെ കുഞ്ഞി കയ്യിൽ മെല്ലെ പെറുക്കി കുറച്ചേ പറക്കാൻ പറ്റുള്ളൂ കേട്ടോ. കുഞ്ഞു കുട്ടികളല്ലേ ഇവർ. ആദ്യം 10 വയസ്സ് വരെയുള്ള കുട്ടികളെ വെച്ചിട്ടായിരുന്നു. പക്ഷേ ഇത് 12 വയസ്സുള്ള വരെയുള്ള കുട്ടികളായിരുന്നു കേട്ടോ.
അപ്പോൾ എന്തായാലും ആ ഒരു ഏജിൻ്റെ ഡിഫറൻസ് വരുമ്പം പറക്കലിൻ്റെ ശക്തിയൊക്കെ കുറയുകയും കൂടുകയൊക്കെ ചെയ്യുമല്ലോ. എന്തായാലും മൊത്തത്തിൽ ഫണ്ണായിരുന്നു കേട്ടോ. കുട്ടികൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. അങ്ങനെ മിഠായി പെറുക്കലൊക്കെ കഴിഞ്ഞു. ഇനി അടുത്തത് സുന്ദരിക്ക് പൊട്ടുതൊടിയിലാണെന്ന് തോന്നുന്നു. ഇതിപ്പോൾ കൗണ്ട് ചെയ്യുകയാണ് കേട്ടോ. അതെ, അടുത്തത് സുന്ദരിക്ക് പൊട്ടുവിടാനുള്ള പരിപാടിയാണ്. കുട്ടികളെല്ലാം നിൽപ്പുണ്ട്. അവരിങ്ങനെ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് നോക്കി നിൽക്കുകയാണ് കേട്ടോ, ഇതെന്താ ചെയ്യേണ്ടതെന്ന് അറിയാനായിട്ട്. അപ്പോൾ അവിടെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്. ആ പടത്തിൻ്റെ കൃത്യം നെറ്റിയുടെ നടുക്ക് തന്നെ ഇങ്ങനെ തൊട്ട് കൊടുക്കണമെന്നൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കേട്ട് കഴിഞ്ഞിട്ട് എല്ലാവരും നേരത്തെ പിടിച്ച് ക്യൂ നിൽക്കുന്നുണ്ട് കേട്ടോ സുന്ദരിക്ക് പൊട്ടുവിടാനായിട്ട്. ഇത് കണ്ടോ, ഒരു കുഞ്ഞു കുട്ടി ഉണ്ടായിരുന്നു കേട്ടോ. അതിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ അതിനെ ആദ്യം നിർത്തിയിട്ട് കണ്ണൊക്കെ കെട്ടി വെച്ചു. അപ്പോൾ അതിൻ്റെ ഹൈറ്റ് ശരിയാവാത്തതുകൊണ്ട് കസേരയൊക്കെ ഇട്ട് കൊടുത്തിട്ട് പൊട്ട് തൊടിപ്പിക്കുകയാണ് കേട്ടോ. ഭയങ്കര ക്യൂട്ടായിരുന്നു ഗൈസ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ അത്. അങ്ങനെ അത് ഭയങ്കര എൻജോയ് ചെയ്ത് കണ്ണൊക്കെ കെട്ടിയത് പൊട്ട് കുത്തിയാണ് ഗൈസ്. സൂപ്പറായിരുന്നു കേട്ടോ. അങ്ങനെ അമ്മുക്കുട്ടിയുടെ ടേൺ ആയിട്ടുണ്ട്. അമ്മുക്കുട്ടി അങ്ങനെ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് നിൽക്കുകയാണ് കേട്ടോ. അമ്മുക്കുട്ടിക്ക് എല്ലാ കോമ്പറ്റീഷനിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. നല്ല രസമായിരുന്നു കേട്ടോ. കുട്ടികൾ ശരിക്കും എൻജോയ് ചെയ്തു. അപ്പം നിങ്ങളൊക്കെ ഇതുപോലെ ഓണം സെലിബ്രേറ്റ് ചെയ്തോ? എന്തൊക്കെ കളികൾ കളിച്ചു? ഇത് നമ്മൾ പണ്ട് തൊട്ടേ കളിക്കുന്ന കളികളാണ് കേട്ടോ. ആനയ്ക്ക് വാല് വരയ്ക്കൽ അതിവിടെ ഇല്ലായിരുന്നു കേട്ടോ. സുന്ദരിക്ക് പൊട്ടുകുത്തൽ, റൊട്ടികടി, തീറ്റ മത്സരം, നാരങ്ങ സ്പൂണ്, അങ്ങനെ ചാക്കി കയറ്റം, അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അമ്മുക്കുട്ടി ഇങ്ങനെ അതിൻ്റെ സൈഡിൽ ഒട്ടിച്ചിട്ടുണ്ട്. അമ്മുക്കുട്ടിയാണ് കേട്ടോ ഏകദേശം ഒരു സൈഡിലൊക്കെ ഒട്ടിച്ചത്. പക്ഷേ കൃത്യമായിട്ട് ആരും ഒട്ടിക്കാത്തത് കൊണ്ട് ആർക്കും സമ്മാനമില്ലായിരുന്നു ഗെയ്സ്. അത് വലിയ കുട്ടികൾക്കും കൃത്യമായിട്ട് ആരും ഒട്ടിച്ചില്ലെന്ന് തോന്നുന്നു, കുഞ്ഞു കുട്ടികളും ഒട്ടിച്ചില്ല. ഇടയ്ക്ക് ഇങ്ങനെ എത്രയാ നമ്പർ എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്പർ പറയുന്നുണ്ടായിരുന്നു കേട്ടോ പലരും. പാറും പറഞ്ഞെന്ന് തോന്നുന്നു. അപ്പോൾ എല്ലാവരും തിരിച്ചും മറിച്ചും ഒക്കെ നിർത്തിയൊക്കെയാണ് കേട്ടോ ഒട്ടിപ്പിച്ചത്. പക്ഷേ പൊട്ടൊക്കെ വേറെ വല്ലയിടത്തൊക്കെ ആയിരുന്നു കേട്ടോ തൊട്ട് വെച്ചത്. കറക്റ്റ് നെറ്റിയിലൊന്നും ആരും തൊട്ടില്ല. പാറുക്കിട്ടാണെങ്കിൽ ഭയങ്കര ചിരിയായിരുന്നു ഗൈസ്. ഈ കണ്ണ് കെട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടത്തിയപ്പോഴത്തേക്കിനും. ഗൈസ്, ഇത് ലെമൺ സ്പൂണാണ്. പക്ഷെ ഞാൻ ജയിച്ചില്ല, അത് വീഴാൻ പോകുന്നില്ല. പക്ഷെ ഞാൻ പതുക്കെ പോയതായിരുന്നു. അപ്പോൾ ബാക്കി എല്ലാവരും അങ്ങ് ഫ്രണ്ടിൽ കയറി പോയി. പക്ഷെ ജയിച്ചില്ല ഗൈസ്. സാരമില്ലല്ലേ അമ്മുക്കുട്ടി. പക്ഷെ നാരങ്ങ താഴെ ഇടാതെ അങ്ങ് വരെ വന്നു കേട്ടോ. ഇതൊക്കെ ഒരു എക്സ്പീരിയൻസ് അല്ലേ. കോമ്പറ്റീഷൻ ആകുമ്പം ഒരാൾ ജയിക്കും, ഒരാൾ തോക്കും. അതിനകത്ത് നമ്മളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പാർട്ടിസിപ്പേറ്റ് ചെയ്യണം അല്ലേ, അതാണ് ഫണ്ണായിട്ടുള്ള കാര്യം. അപ്പോൾ അതേ അമ്മുക്കുട്ടിയുടെ ലെമൺ സ്പൂണൊക്കെ കഴിഞ്ഞിട്ട് പാറുക്കുട്ടിയുടെ ലെമൺ സ്പൂണായി. പാറുക്കുട്ടി ഇങ്ങനെ ഭയങ്കര ക്യൂരിയോസിറ്റിയിൽ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. സൈഡിൽ ഇതേ സ്പൂണൊക്കെ വെച്ചിട്ട് സെറ്റായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഗൈസ് പാറുക്കുട്ടി അങ്ങെത്തി. തോറ്റോന്ന് തോന്നുന്നു. അപ്പോഴത്തേക്ക് ബ്രേക്കായിരുന്നു തോന്നുന്നു. ബ്രേക്കായെന്നാ തോന്നുന്നേ. അച്യുതാണ്ട് അവിടെ കുർത്തക്കേട് കാണിക്കുന്നത്. അടുത്തത് റൊട്ടികടിയാണ് കേട്ടോ. ഭയങ്കര എക്സൈറ്റ്മെന്റിൽ പാറു ചെയ്യുകയാണ്. ഇത് പാറുക്കുട്ടി ആദ്യമായിട്ടാണ് കേട്ടോ ഈ ഒരു ഗെയിം കളിക്കുന്നത്. അപ്പോൾ ലെമൺ സ്പൂണും മറ്റേ മിഠായി വർക്കിലും കസരകളിയൊക്കെ നേരത്തെ നമ്മൾ കളിച്ചിട്ടുള്ളതാണ്. ഇത് ഫസ്റ്റ് ടൈമാണ് കേട്ടോ. അതിന്റെ എക്സൈറ്റ്മെന്റ് മൊത്തമുണ്ട്. അപ്പോൾ ഈ ഒരു ഗെയിമില് ഇങ്ങനെ കളിക്കുന്നതിൻ്റെ ഇടയ്ക്ക് എനിക്ക് കുറേ സ്നാപ്സ് കിട്ടി കേട്ടോ. വേറെ ആരും എടുത്തിട്ട് ചേച്ചിക്ക് അയച്ചു കൊടുത്തതാണ്. അതിന് ഈ വീഡിയോയുടെ കഴിയുമ്പോഴത്തേക്കിനും ഞാൻ ആഡ് ചെയ്യാം കേട്ടോ. പാറുക്കുട്ടിയുടെ കുറച്ച് നല്ല ഫോട്ടോസ്, നല്ല രസമുണ്ട്.
മോനെ അതിന് മാറിക്ക്, അമ്മു ഇറങ്ങ. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ കുറച്ച് സ്നാപ്സ് ഉണ്ടായിരുന്നെന്ന്. ഇതാണ് കേട്ടോ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതല്ല, ഇത് കഴിഞ്ഞിട്ട് വരുന്നതാണ് കേട്ടോ. സൂപ്പർ അല്ലേ? ആണെങ്കിൽ കമന്റ് ചെയ്യണം കേട്ടോ. ഫോട്ടോസ് ഇഷ്ടപ്പെട്ടെങ്കിൽ കമന്റ് ചെയ്യണേ. അമ്മു ഇങ്ങോട്ട് വരെ. അങ്ങനത്തെ സൂചിയില് നൂലുകോർക്കൽ മത്സരത്തില് പാറുക്കുട്ടിക്ക് സെക്കൻഡ്, അപ്പുകുട്ടനാന്ന് തോന്നുന്നു ഫസ്റ്റ് കേട്ടോ. ഇത് പിന്നെ മെഴുകുതിരി അണയാതെ അപ്പുറത്തെ സൈഡിലെത്തിക്കണം. ഇത് നമ്മുടെ അച്ചുകുട്ടനാണ്, അവനാണ് ഫസ്റ്റ്. അതെ അതെ, അച്ചുകുട്ടനാണ് ഫസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ പാറുക്കുട്ടിക്ക് മിഠായി വറക്കലിന് സെക്കൻഡ്, പിന്നെ റൊട്ടികടിക്ക് ഫസ്റ്റ്, പിന്നെ സൂചി കോർക്കലിന് സെക്കൻഡ്, അങ്ങനെ കുറെ എന്തൊക്കെയോ കിട്ടി കേട്ടോ. ഇനിയിപ്പോ കുട്ടികളുടെ മെഴുകുതിരി കത്തിച്ച് അപ്പുറത്തെ സൈഡിൽ പോകാനുള്ള ഗെയിമാണ് കേട്ടോ ഇപ്പൊ നടക്കുന്നത്. അമ്മക്കുട്ടിക്ക് ഭയങ്കര പേടിയായിരുന്നു, കൈ പൊള്ളുമെന്നൊക്കെ പറഞ്ഞ് അമ്മക്കുട്ടിയുടെ കൈ പതുക്കെ ഒന്ന് പൊള്ളുകയും ചെയ്തു കൊണ്ട് പാവം അമ്മക്കുട്ടിക്ക് വിഷമമായി. ഇത് കണ്ടോ, ഫസ്റ്റ് ടൈം അവർ വന്നപ്പോഴത്തേക്കിന് എല്ലാവരുടെയും ഒരുപോലെ അണഞ്ഞു പോയി കേട്ടോ. അപ്പൊ പിന്നെയും ആ ഒരു ഗെയിം നടത്തി. അതില് ആ ഒരു കുട്ടിയാണ് കേട്ടോ ഇപ്പം ഫസ്റ്റ് വരുന്നുണ്ട്. ആ കുട്ടിയാണ് കേട്ടോ ജയിച്ചത്. അമ്മക്കുട്ടി പാവം അണയാതെ മെല്ലെ 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 വരികയായിരുന്നു. അണയാതെ എത്തിയല്ലോ, അതാണ് ഏറ്റവും വലിയ സന്തോഷമായത്. പക്ഷെ അമ്മക്കുട്ടിയുടെ കൈ പൊള്ളി ഗൈസ്, അത് അമ്മക്കുട്ടിക്ക് വിഷമമായി. ഇതിൽ പാറുക്കുട്ടി വന്നപ്പോഴത്തേക്കും ഇവർക്കും എല്ലാവരും ഒരുപോലെ അണഞ്ഞതുകൊണ്ട് ഇവർക്കും രണ്ടാമത് ആ ഒരു ഗെയിം നടത്തി കേട്ടോ. ആ സ്ഥലത്ത് ഭയങ്കര കാറ്റായിരുന്നു, പെട്ടെന്ന് അണഞ്ഞു പോകുന്നുണ്ടായിരുന്നു. പിന്നെ ഒരു ഓടിയത് കൊണ്ടില്ല, അതിലേക്ക് ചെയ്തു. അതാണ് ഗെയിം അതിന് ജയിച്ചത്. അവരുടെ ഒരു ഡാൻസ് പ്രോഗ്രാമാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. അതിനുവേണ്ടി അവരെ ക്ഷണിക്കുന്നു. ക്ഷേത്ര ആൻഡ് ഭൂമി ഓൾറെഡി സ്റ്റേജിലുണ്ട്. അപ്പൊ ഇത് അടുത്തത് നമ്മുടെ പാറുക്കുട്ടിയുടെയും അമ്മുക്കുട്ടിയുടെയും ഡാൻസ് ആണ് കേട്ടോ. ഇവരെ സ്റ്റേജിലേക്കൊക്കെ ക്ഷണിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കിനും ഇവരെ ഓൾറെഡി സ്റ്റേജിൽ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പാറുക്കുട്ടി ഉണ്ടല്ലേ, ആദ്യത്തെ സ്റ്റെപ്പ് മറന്നുപോയി, ഒട്ടും പ്രാക്ടീസ് ഒന്നും ചെയ്തില്ല ഗൈസ്. ഡാൻസ് കളിക്കാമോ എന്ന് ചേച്ചി ചോദിച്ചു, അപ്പൊ തന്നെ ഓക്കെ പറഞ്ഞു, അങ്ങനെ കയറി കളിച്ചതാണ് കേട്ടോ. ഇത് നമ്മുടെ കാറ്റുമേലെ ആ പാട്ടില്ലേ, അതാണ് നമ്മുടെ സാറ് പഠിപ്പിച്ച പാട്ടാണ് കേട്ടോ. പെട്ടെന്ന് കളിക്കുകയായിരുന്നു. അപ്പൊ ഇത് ആക്ച്വലി അവിടെ ഡാൻസിന്റെ ടൈമൊന്നും ആയില്ലായിരുന്നു, നമുക്ക് തിരിച്ച് എറണാകുളത്തിന് വരുന്ന സമയമായിരുന്നു, സന്ധ്യ കഴിഞ്ഞിരുന്നു കേട്ടോ. അപ്പൊ നമ്മൾ പെട്ടെന്ന് തന്നെ അവരുടെ അടുത്ത് ഒന്ന് കളിച്ചിട്ട് പോകാം എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് കളിപ്പിച്ചതാണ് കേട്ടോ. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് പിന്നെ വടംവലിയും ഉറിയടിയും ഒക്കെ ഉണ്ടായിരുന്നു. പാറുക്കുട്ടിക്ക് ഭയങ്കര വിഷമമായിരുന്നു കേട്ടോ, വടംവലിക്ക് നിർത്തിയില്ലെന്നും പറഞ്ഞിട്ട്. പടം വലിക്കാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു, പക്ഷെ അത്രയും ലേറ്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ പത്തനംതിട്ടയിൽ നിന്ന് തിരുവല്ല ചെന്നിട്ട് അവിടുന്ന് വേണമായിരുന്നു പിന്നെ എറണാകുളത്തിന് വരാനായിട്ട്. അപ്പോൾ ഒരുപാട് ലേറ്റ് ആവുമെന്ന് വിചാരിച്ച് നമ്മളങ്ങ് തിരിച്ചു പോകുന്നു കേട്ടോ. അപ്പോൾ ഈ പാട്ട് ഞാൻ കേൾപ്പിക്കാത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോപ്പിറൈറ്റ് അടിക്കും. ഇത് വീഡിയോ ആയത് കാരണം കോപ്പിറൈറ്റ് അടിക്കുന്നതുകൊണ്ടാണ് കേട്ടോ ഇതിൻ്റെ പാട്ട് ഇടാത്തത്. ഇതിൻ്റെ ഞാൻ ഷോർട്സ് ആയിട്ട് ഇട്ട് തരാം കേട്ടോ, അപ്പോൾ ഇത് കാണാൻ പറ്റും. പിന്നെ എന്തൊക്കെയുണ്ട്, എല്ലാവരും ഓണമൊക്കെ അടിച്ച് പൊളിച്ചോ, എല്ലാവരും സെലിബ്രേറ്റ് ചെയ്തോ, ഏതൊക്കെ രീതിയിലാണ് സെലിബ്രേറ്റ് ചെയ്തത്, ഗെയിമൊക്കെ ഉണ്ടായിരുന്നോ, എല്ലാം കമൻറ്റ് ചെയ്യണം കേട്ടോ. എവിടെയൊക്കെയാണ് നാട്, എല്ലാവരുടെയും നാട് എവിടെയാണ്, ഏതൊക്കെ നാട്ടിൽ വെച്ചിട്ടാണ് സെലിബ്രേറ്റ് ചെയ്തത് എന്നൊക്കെ കമൻറ്റ് ഇടണം കേട്ടോ. അങ്ങനെ നമുക്ക് ഒരുപാട് സെലിബ്രേഷൻസ് ഒന്നും ഇല്ലായിരുന്നെങ്കിലും ഇങ്ങനെ
ഈ ഒരു റെസിഡൻസ് അസോസിയേഷൻ്റെ ഓണം സെലിബ്രേഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റിയത് കൊണ്ട് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. കുട്ടികൾക്ക് ഭയങ്കര എൻ്റർടൈൻമെൻ്റ് ആയിരുന്നു. അപ്പോൾ ഇത് കഴിഞ്ഞ വർഷവും ഞങ്ങളിവിടെ പോയായിരുന്നു കേട്ടോ. അപ്പോൾ അവിടുത്തെ ആൾക്കാർ ചേച്ചിയുടെ വീട്ടിൽ ഇൻവൈറ്റ് ചെയ്യാൻ വന്നപ്പം നമ്മളെയും വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ക്ഷേത്രേനെയും ഭൂമിനെയും ഒക്കെ കൊണ്ടുവരണമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ നമ്മൾ ഭയങ്കര ഹാപ്പി ആയിട്ട് വന്നതാണ് കേട്ടോ. അവിടെ നമ്മുടെ കുറേ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. അവിടെ ചെന്നപ്പോഴാണ് കേട്ടോ നമുക്ക് പരിചയപ്പെട്ടത്. കഴിഞ്ഞ വർഷം പോയപ്പോഴും നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ കണ്ടായിരുന്നു കേട്ടോ, അതിൻ്റെ അടുത്തൊക്കെ ഉള്ളത്. അപ്പോൾ അതേ അടുത്തത് ഉറിയടിയാണ് കേട്ടോ. ഉറിയടി ഭയങ്കര കോമഡി ആയിരുന്നു ഗൈസ്. അപ്പോൾ ആണെങ്കിൽ മാക്സിമം അടിച്ചിടാൻ നോക്കി. അപ്പോൾ ആണ് കേട്ടോ ഇപ്പോൾ അടിക്കുന്നത്. പക്ഷെ വീണില്ല. ആ ഒരു കുടമില്ലേ, അതിനകത്ത് ഗപ്പി കുഞ്ഞുങ്ങളുണ്ടെന്ന് പറഞ്ഞു കേട്ടോ. അത് അടിച്ച് താഴെ ഇടുവാണെങ്കിൽ ഗപ്പിനെ അടിച്ചിടുന്നവരെടുത്തോളാന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഒരു ആവേശത്തിൽ അപ്പുക്കുട്ടനെ അടിക്കാൻ നോക്കിയാണ് കേട്ടോ. പക്ഷെ കിട്ടുന്നില്ലായിരുന്നു. പിന്നെ അപ്പുക്കുട്ടൻ കഴിഞ്ഞപ്പോഴത്തേക്കിനും പാറക്കുട്ടി കണ്ണൊക്കെ കെട്ടിയിട്ട് അടിക്കാൻ തുടങ്ങി. ഈ ഒരു പ്രായത്തിലുള്ള കുട്ടികൾക്ക് ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഭാവം അറിയുന്നില്ലല്ലോ എങ്ങോട്ടാണ് ഉറി വരുന്നതെന്ന്. അവൻ ഫ്രണ്ടിലോട്ടൊക്കെ ഇട്ട് അടിക്കുന്നുണ്ട്. ഇനി അടുത്തത് പാറക്കുട്ടിയുടെ ഉറിയടി വരുന്നുണ്ട് കേട്ടോ. പാറക്കുട്ടി അടിച്ചിട്ടില്ല ഗൈസ്. പക്ഷേ ഇത് കഴിഞ്ഞിട്ടൊരു കുട്ടി വന്നു. അത് സൂപ്പറായിരുന്നു ഗൈസ്. പക്ഷെ എനിക്ക് അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഞാൻ വേറെ എന്തോ നോക്കി നിന്നപ്പോഴത്തേക്കിനും പെട്ടെന്ന് അതങ്ങ് അടിച്ചിട്ട് കേട്ടോ. അപ്പോൾ എനിക്ക് അതിൻ്റെ വീഡിയോ കിട്ടിയില്ല. പക്ഷെ അത് അടിപൊളിയായിട്ടാണ് കേട്ടോ അതിൻ്റെ വീഡിയോ എടുത്തത്. വീഡിയോ എടുത്തതല്ല, ഉറി അടിച്ച് പൊട്ടിച്ച് താഴെ ഇട്ടത്. അടുത്തത് പാറക്കുട്ടിയുടെ കെട്ടുവാണ്. ഇതിൻ്റെ ഇടയ്ക്കൂടെ കാണാൻ പറ്റുമോ എന്നൊക്കെ പറഞ്ഞ് പേപ്പറൊക്കെ കണ്ണിൻ്റെ പുറത്ത് വെച്ചിട്ടാണ് കേട്ടോ തോർത്തിട്ട് കെട്ടിയത്. പാറക്കുട്ടിയുടെ ഉറിയടി അടിപൊളിയായിരുന്നു ഗൈസ്. ആ ഉറിയുടെ 7 അയലത്ത് പോലും പാറക്കുട്ടി വന്നില്ല കേട്ടോ. പാറക്കുട്ടി ദൂരെ എവിടെയൊക്കെ നിന്ന് ചെന്നം പിന്നെ അടിച്ച് തകർക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പാവം പാറക്കുട്ടിയുടെ മനസ്സിൽ ഒറ്റൊരു കാര്യം ഉണ്ടായിരുന്നുള്ളൂ, ഉറി അടിച്ച് പൊട്ടിക്കുക, ഗപ്പി കുഞ്ഞുങ്ങളെ കൊണ്ടുപോകുക. എന്നിട്ടില്ല ഗൈസ്, ഈ ഉറിയൊക്കെ പൊട്ടിക്കഴിഞ്ഞ് വേറൊരു കുട്ടി വന്ന് പൊട്ടിച്ചെന്ന് പറഞ്ഞില്ലേ, പൊട്ടിക്കഴിഞ്ഞ് ഇവരെല്ലാവരും പോയി ഗപ്പീനെ തപ്പോണേ. അവിടെ ഒരു ഗപ്പി ഇല്ലായിരുന്നു, ഒരു കുപ്പി ഇല്ലായിരുന്നു ഗൈസ്. കുറച്ച് പൂക്കൾ മാത്രമേ അതിനകത്തുള്ളായിരുന്നു, ചെമ്പരത്തി പൂക്കൾ. ഭയങ്കര കോമഡിയായിരുന്നു. അങ്ങനത്തെ ഉറിയടിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചു പോവുകയാണ് കേട്ടോ. അപ്പോൾ ഈ വർഷത്തെ ഓണാഘോഷം ഈ ഒരു ശാന്തിനഗർ റെസിഡൻസ് അസോസിയേഷൻ്റെ അടിപൊളിയായിരുന്നു ഗൈസ്. കുട്ടികളൊക്കെ നല്ലോണം എൻജോയ് ചെയ്തു. താങ്ക് യു സോ മച്ച്. പറ്റുമെങ്കിൽ നമ്മൾ അടുത്ത വർഷവും വരണമെന്ന് ഇപ്പോഴേ ആഗ്രഹമുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം. എല്ലാവരും സെലിബ്രേറ്റ് ചെയ്ത് കാണും. അപ്പോൾ ദേ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, പറ്റുന്നവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. എന്നാലേ നമുക്ക് ഇനിയും വീഡിയോ ഇടാനായിട്ടുള്ള ഇൻസ്പിറേഷൻ വരത്തുള്ളൂ. ഞങ്ങൾ പോന്നു കഴിഞ്ഞിട്ടായിരുന്നു കേട്ടോ പ്രൈസ് ഡിസ്ട്രിബ്യൂഷനൊക്കെ. അപ്പോൾ ദേ പാറക്കുട്ടിക്കും അമ്മുക്കുട്ടിക്കും കിട്ടിയ ട്രോഫിയാണിത്. ഇനി പോകുമ്പോൾ വേണം ഇതെടുക്കാൻ. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. ടാറ്റാ.